നമസ്കാരം, എൻ്റെ പേര് ജസീന്ത ഫ്രാങ്ക്ലിൻ. എൻ്റെ സ്ഥലം പുത്തൻതോപ്പ്. ഞാനിന്നിവിടെ കറി വയ്ക്കാൻ പോകുന്നത് കടലിൽ നിന്ന് പിടിച്ച ഫ്രഷായിട്ടുള്ള അയലക്കറിയാണ്. അതിലേക്ക് വേണ്ടതായിട്ടൊരു 4 അയല. അതിപ്പോൾ ഞാൻ ക്ലീൻ ചെയ്യാൻ പോവുകയാണ്. പച്ച ഇലയാണ്. എത്രയും പെട്ടെന്ന് തയ്യാറാക്കാവുന്ന ഒരു തേങ്ങ അരച്ച കറിയാണ് ഞാനിവിടെ ചെയ്യാൻ പോകുന്നത്. ഇത് പെട്ടെന്ന് വൃത്തിയാക്കാമെന്നുള്ള മീനാണ്. ആർക്കും പാടുള്ളതായിട്ട് തോന്നുന്നില്ല. എല്ലാവർക്കും അറിയാവുന്ന മീനായതുകൊണ്ട് പെട്ടെന്ന് ചെയ്യാമെന്നുള്ളത്. നമ്മൾ കറി വയ്ക്കാൻ ഉപയോഗിക്കുന്ന മീൻ എപ്പോഴായാലും ചെറുതായിട്ട് വെട്ടുന്നതായിരിക്കും നല്ലത്. കൂടുതൽ വലുതായി പോകുമ്പോൾ അതിൽ കൂട്ടൊന്നും ചേരത്തില്ല. അതുകൊണ്ട് എപ്പോഴും ചെറിയ സൈസായിരിക്കണം. ഇത് വൃത്തിയാക്കിയിട്ട് വരാം. ഞാൻ വെട്ടിയ അയല വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. അതിലേക്ക് ഇനി ചേർക്കാനുള്ള ചേരുവകളൊക്കെ എന്തൊക്കെയാണെന്ന് നോക്കാം. അതിപ്പോഴേ എൻ്റെ മോൾക്കും ഞാൻ പഠിപ്പിച്ചു കൊടുക്കുകയാണ്. അതുപോലെ തന്നെ നിങ്ങളെല്ലാവരും ഇത് മനസ്സിലാക്കി പഠിക്കണം. അപ്പോൾ നമുക്ക് എന്തൊക്കെ വേണമെന്നുള്ളത് നോക്കാം. മിക്സി എടുത്ത് അതിലേക്ക് തിരുവി വെച്ചിട്ടുള്ള തേങ്ങ. അപ്പോൾ ഇതിലേക്ക് എത്ര അയല എടുത്തിരിക്കുന്നത്? 4 അയല എടുത്ത് നല്ല വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ അയലയിലേക്ക് ആവശ്യമുള്ള ചേരുവകൾ: 1 കപ്പ് തേങ്ങ, 3 ടീസ്പൂൺ മുളക് പൊടി, മഞ്ഞൾപ്പൊടി എത്ര? 1/4 ടീസ്പൂൺ. ശകലം ഉലുവാപ്പൊടി 1/4 ടീസ്പൂൺ. എത്ര പുളിയായിരിക്കും എടുക്കുന്നത്? പുളിശകല ആവശ്യത്തിന് വേണ്ടിയുള്ള പുളി. പുളി വെള്ളമേ ഒഴിക്കാൻ പാടുള്ളൂ. മറ്റേ ഒരുപാട് കരടും വൃത്തികേടും ഒക്കെ ഉള്ളതുകൊണ്ട് പുളി നേരിട്ട് ഇടാൻ പാടില്ല. പുളി വെള്ളം ഒഴിച്ച് അതിൻ്റെ കരടുകളൊക്കെ എല്ലാം മാറ്റിയിട്ട് വേണം വെള്ളം ചേർക്കണം. അപ്പോൾ സാധാരണ അയല വയ്ക്കുന്ന രീതിയിലല്ലേ? അത് തന്നെ. നമ്മൾ ഈ നാട്ടിൽ ഇത് സാധാരണ വയ്ക്കുന്ന കറി ഇങ്ങനെയാണ്. പിന്നെ ഇത് ഉള്ളി എത്ര വേണം? ഇത് ആവശ്യത്തിനുള്ള ഉള്ളി. അപ്പം നമുക്കിത് മിക്സിയിലടിക്കാം. അപ്പോൾ ഇതിൽ എത്ര വെള്ളം ഒഴിക്കണം? അങ്ങനെ എന്തെങ്കിലും? ഇതിപ്പോഴും നമുക്ക് ജാറിൽ ഇത് കണക്കാക്കിയുള്ള വെള്ളം ഒഴിക്കണം. മീൻസ് കറിക്ക് വേണ്ടിയിട്ട് എത്ര കറിയാണ്? അങ്ങനെ അത് നല്ല പേസ്റ്റ് പോലെ അരച്ചെടുത്തിട്ട് ഈ കഷ്ണത്തിൽ ഒഴിക്കുമ്പോഴേ അതിന് പിന്നെയും വീണ്ടും ആവശ്യമുള്ള വെള്ളം വേണ്ടി വരും. ഇത് മാത്രം പിന്നെയും ഒഴിക്കേണ്ടി വരും. അപ്പം നമുക്കിത് മിക്സിയിലടിച്ചെടുക്കാം. മിക്സിയിലടിച്ചിട്ട് പെട്ടെന്ന് തിരിച്ചു വരാമേ. ഞാനിത് മഷി പോലെ നല്ല മാതിരി അരച്ച് ചേർത്ത് കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പം നമുക്കിതിൽ കഷ്ണത്തിലോട്ട് അരപ്പ് ചേർക്കാം. അപ്പോൾ ഇതിൽ തേങ്ങ ഇല്ലെങ്കിൽ നമ്മൾ അതിന് പകരമായിട്ട് എന്ത് ചെയ്യും? പകരമില്ലാതാണെങ്കിൽ നമുക്ക് പുളിങ്കറി വയ്ക്കാം. എണ്ണ ചേർത്ത് മുളകും മല്ലിപ്പൊടിയും ചേർത്ത് പുളിങ്കറിയും വെച്ച് ഇതുപോലെ വയ്ക്കാം. അത് നല്ല ടേസ്റ്റ് ആയിരിക്കും. ഇത് ഏത് തരത്തിൽ വേണമുള്ള കറിയും വെച്ച് നമുക്ക് ടേസ്റ്റ് ചെയ്യാം. ഞാനിനി കുറച്ച് വെള്ളം കൂടെ എടുക്കാം. അപ്പോൾ നല്ല വെള്ളം ഇത് വറ്റി വരും, കുറുകി വരും. ഇത് നമ്മൾ നല്ല കുറുക്കി വരും. ഇനിയിപ്പോഴും ആവശ്യത്തിന് നമുക്ക് ഉപ്പ് ഉപയോഗിക്കാം. ഉപ്പ് എത്ര അളവായിരിക്കും? അത് ആവശ്യത്തിന്.
ഇത് നമ്മൾ മീനിൻ്റെ ഇത് കരം പോലെ ഇരിക്കും. ഇത് ഒടുവിലാകുമ്പോഴാണ് നമുക്ക് മീൻ ഉപ്പിൻ്റെ എല്ലാം കണക്കറിയാൻ പറ്റും എന്ത് വരുമ്പോൾ. അപ്പോൾ നമുക്കിത് ഗ്യാസിൽ വെച്ച് അടുപ്പ് കത്തിക്കാം. ഇനി ഇതിലോട്ട് 2 തക്കാളി, 2 പച്ചമുളക്, ശകലം. ഓൾറെഡി അപ്പോൾ പുളി ഇട്ടിട്ടുണ്ടല്ലോ, അപ്പോൾ പിന്നെ എന്തിനാ തക്കാളി അതിൻ്റെ ടേസ്റ്റ് വരാൻ വേണ്ടി. ഇത് പെട്ടെന്ന് തയ്യാറാക്കാമെന്നുള്ളൊരു കറിയാണ്. അതുകൊണ്ട് എല്ലാവരും ചെയ്താൽ പെട്ടെന്ന് കറിയാകും. അരിഞ്ഞിടുന്നല്ലേ, ചെറുതായിട്ട് കട്ട് ചെയ്തല്ലേ ടേസ്റ്റ്? അല്ല, 4ആയിട്ട് ഇട്ടാൽ അത് നല്ലൊരു 4ആയിട്ട് കട്ട് ചെയ്ത് ഇടുന്നതാണ് കൂടുതൽ ടേസ്റ്റ്. സാധാരണ അങ്ങനെയാണ് ചെയ്യാറുള്ളത് മീൻ കറിയിലേക്ക്. സാധാരണ എല്ലാവരും കറിവേപ്പില ഇങ്ങനെ തണ്ട് മാറ്റിയിട്ട് ഇടുന്നത്. അമ്മ എന്തിനാ ഇങ്ങനെ? ഞാനെപ്പോഴും ഇങ്ങനെയാണ് ഇടാറ് പതിവ്. എൻ്റെ ശൈലി ഇങ്ങനെയാണ്, ഇറുത്തിടാറില്ല. അപ്പോൾ ഇനി ഇത് എത്ര നേരം വേണ്ടി വരും? ഒരു 20 മിനിറ്റോളം സമയം വേണ്ടി വരും ഇത് വേവാൻ. ഇങ്ങനെ സാധാ ഇങ്ങനെ തുറന്ന് വെച്ചിട്ട് വേവിച്ചാൽ മതിയോ? ഇത് അടച്ച് വെക്കുന്നവരുണ്ട്, അടയ്ക്കാതെയും വേവിക്കുന്നവരുണ്ട്. ഞാൻ സാധാരണ അടച്ച് വെക്കാറില്ല, ഇങ്ങനെ തുറന്നിട്ട് തന്നെ വെക്കാം. അപ്പോൾ തിരുവനന്തപുരത്ത് മാത്രമാണോ ഇങ്ങനത്തെ? തിരുവനന്തപുരത്ത് മാത്രമൊന്നുമല്ല, നമ്മളെ പുത്തൻതോപ്പിൽ ഈ രീതിയിലാണ് കറി വയ്ക്കുക സാധാരണ. പിന്നെ മറ്റിടത്തൊക്കെ ആണെങ്കിൽ മുളകും പുളിയൊക്കെ വെച്ചാണ് വയ്ക്കുന്നത്. നമ്മളെ പുത്തൻതോപ്പ് ശൈലി ഇതേ രീതിയാണ്. ഏത് മീനായാലും ഈ രീതിയിലാണ് വയ്ക്കാറ്. പക്ഷെ ചിലവർ പുളിയും മുളകും കറി എന്ന് പറയുന്ന പോലെ വയ്ക്കും. തിളച്ചല്ലോ, അപ്പോൾ നമുക്കിനി കഴിക്കാൻ സമയമായോ? ഇതല്ല, അതിന് നല്ലമാതിരി തിളച്ച് മീൻ വേവണ്ടേ? മീൻ വെന്തിട്ടല്ലേ നമുക്ക് കഴിക്കാൻ പറ്റുമോ? അതിൻ്റെ വറ്റി വരണം. അതിന് ഉപ്പൊന്നും ഉണ്ടാകുന്ന നോക്കിയിട്ട്. എങ്ങനെയുണ്ട്? കൊണ്ട് ടേസ്റ്റ് ചെയ്ത് നോക്കുകയുണ്ടാകുന്ന. വേവാനുണ്ട് കുറച്ച്. വേവുന്നവരെ വെയിറ്റ് ചെയ്യാല്ലേ? വെയിറ്റ് ചെയ്തേ പറ്റൂ. ഇത് വെന്തിട്ടല്ലേ കഴിക്കാൻ പറ്റൂ. മീൻ വേവണ്ടേ? അപ്പോൾ ഇത് കഴിക്കാൻ സമയമായോ അമ്മ? അത് നല്ലമാതിരി പറ്റി കറി നല്ല പാകമായി. അപ്പോൾ ഇത് എന്തിൻ്റെ കൂടെയൊക്കെ കഴിക്കാം? ഇത് ചോറ്, കപ്പ, ഇതിൻ്റെ കൂടെ തന്നെ. പക്ഷെ അപ്പത്തിൻ്റെ കൂടെയും പലഹാരത്തിൻ്റെ കൂടെയും കഴിക്കാൻ പറ്റത്തില്ല. കപ്പ, ചോറ്, അതിൻ്റെ 2 ടേസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. എങ്ങനെയുണ്ട്? സൂപ്പർ. നല്ല ടേസ്റ്റ് ഉണ്ട്, പുളിയെല്ലാം കറക്റ്റ് ആയിട്ടുണ്ട്. എവരിവൺ ഷുഡ് ട്രൈ. ഇത് വീട്ടിലുണ്ടാക്കാവുന്ന ഏറ്റവും നല്ല എളുപ്പത്തിൽ ചെയ്യാവുന്ന മീൻ കറിയാണ്. അവിടെ കടലിൽ നിന്നും കിട്ടുന്ന ഫ്രഷായിട്ടുള്ള അയല മീനാണ്. അതുകൊണ്ട് നിങ്ങളും എല്ലാവരും ഇത് എളുപ്പത്തിൽ ചെയ്യാൻ സാധിക്കും. എല്ലാവരും ചെയ്ത് നോക്കുക.